ഇതാണ് 30 വർഷം പഴക്കമുള്ള രാജദൂത് വണ്ടി. ഇതിൻ്റെ മൺകാട് ചെറിയൊരു ഇതുണ്ടായിരുന്നു, പുള്ളി ഉണ്ടാക്കി തന്ന മൺകാടാണ്. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. വണ്ടി ഇല്ലാതെ കൊണ്ടുപോയി കൊടുത്തത് മൺകാട്. ഒരു ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ 10-30 ദിവസം പഴക്കമുണ്ട്. നമ്മുടെ ഭാഗം തന്നെ ഉണ്ടാവും. പിന്നെ ഇതുണ്ട്, അതിന് പെട്രോൾ ഇറങ്ങുന്ന സ്റ്റോക്ക് ഉണ്ട്. ഈ സാധാരണ മെയിൻ റിസർവൊക്കെ ഉണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ്ട് ഒരു പെട്രോള് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ചില്ലിൻ്റെയാണ് അതിൻ്റെ ഫിൽറ്ററൊക്കെ. അതുപോലെ തന്നെ ഉണ്ട് അതിന് ഷോക്ക് അബ്സറൊക്കെ ഉണ്ട്. ഷോക്ക് ഉണ്ട്, ബാക്കിലുള്ള ഷോക്കും അതേപോലെ തന്നെ ഷോക്ക് അബ്സറാണ് അതിൻ്റെ പരിപാടി. ഈ പരിപാടി കണ്ട സാധാരണ ഹൈഡ്രോളിക്ക് മറ്റേ ഇപ്പോൾ ഷോക്ക് അബ്സർ അല്ല, ഇതിൻ്റെ ഷോക്ക് അബ്സർ ബാക്ക് വണ്ടിയുടെയൊക്കെ ബാക്കിൽ ഷോക്ക് അബ്സർ ഇല്ല, അതേ മോഡൽ തന്നെയാണ് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നത്. ഈ വല്ല വർക്കിംഗ് അതുകൊണ്ട് നല്ല സുഖമാണ് ഓടിക്കാൻ. ഉണ്ടോ വർക്ക് ചെയ്യാനുണ്ടോ? ഉണ്ടോ കാണുന്നുണ്ടോ? ഇതുപോലെ ഗിയർ കണ്ടോ, ഗിയർ ഉണ്ടോ, വെറൈറ്റി ടൈപ്പ് ഗിയറുകളാണ്. ഞാൻ മടക്കി വെക്കേണ്ടതായിട്ട് ബെൻഡാക്കിയിട്ട് കൂടുതൽ അടിക്കാൻ നേരത്ത് മറ്റേ ഇത്തിരി സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെച്ചാണ്. അതൊന്നും ഗിയർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണം. ഉണ്ടോ ആ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് ഗിയറിൻ്റെ ലിവറും വന്നേക്കണം. പിന്നെ ഒന്ന് വേറെ പ്രത്യേകത നമ്മുടെ സീറ്റൊക്കെ പൊക്കണ ഒരു അടിയും ചെയ്തുണ്ട്. ഇങ്ങനെ ലോക്ക്, മാനുവൽ ലോക്കാണ്. പിന്നെ കുളത്തോല വന്നിട്ട് ഉണ്ടോ ഉള്ളിലൊന്നും വെക്കാം ചെറുതായിട്ട് അടച്ചു. ലോക്ക് ചെയ്യാൻ നേരത്തെ ഇതുപോലെ തന്നെ ഉണ്ട്. ഇതെല്ലാം ഫുൾ വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്ററും എല്ലാം വർക്കിംഗ് ആണ്. ഓയിൽ പിന്നെ വണ്ടിയുടെ പെട്രോളിനകത്ത് മിക്സ് ചെയ്താണ് ഒഴിക്കണം. പെട്രോളിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പെട്രോള് ഓയിൽ മിക്സ് ചെയ്ത് ഒഴിക്കണം. ഒരു ലിറ്ററിന് 30 ml ഓയിൽ വെച്ച് ഒഴിക്കണം. സൗണ്ട് പാർക്കുണ്ട്, പാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ തന്നെയാണ്. വീട്ടിൽ വരെ വർക്ക് ചെയ്യാം. അങ്ങയുടെ പവറാണ് ബാക്ക് വിശേഷങ്ങൾ. 30 വർഷം പഴക്കമുണ്ടല്ലോ വണ്ടി. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എത്ര വർഷമായി? നമ്മുടെ അടുത്ത് കിട്ടിയിട്ട് 10-20 വർഷമായി. 20 വർഷമായി. വർഷാപ്പിൻ്റെ ഇടയ്ക്ക് കിട്ടിയാണ്. ഒരു പുള്ളിക്കാരനും പൈസയായ ഒരു പുള്ളിക്കാരൻ്റെ മേടിച്ചാണ്. വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്തല്ലേ? ഫുൾ അടിച്ച് ഫുൾ പെയിൻ്റൊക്കെ അടിച്ചതാണ് സംഭവം. പെയിൻ്റൊക്കെ അടിച്ച് പ്ലേറ്റിങ് ചെയ്ത് ഇനിയിപ്പോൾ നമ്പർ ടെസ്റ്റിന് വേണ്ടി കൊടുക്കണമല്ലേ? കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ വർഷാപ്പിൽ തന്നെ ഇട്ട് അയച്ച് റെഡിയാക്കിയതാണ്. റെഡിയാക്കി വെച്ചത്. പിന്നെ ഞാൻ ഓടിക്കൽ കുറവായിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ എടുക്കുള്ളൂ, എപ്പോഴും എടുക്കുള്ളൂ. വണ്ടി നമ്പറൊക്കെ നീ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ്. നമ്പർ പ്ലേറ്റൊക്കെ വൈറ്റ് ഫുൾ വൈറ്റ് അടിച്ചിട്ടാണ് അടിച്ചിട്ടേക്കണേ. നീ കയറ്റിയാൽ മാത്രം മതി. നീ നമ്പർ അടിച്ചാൽ മാത്രം മതി. ഫുൾ പണി കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വെച്ചിരിക്കണേ. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ഇതിലായിട്ട് വരാം. താങ്ക് യു. ഓക്കെ, ബൈ. Stop.
ഇത്